ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വിയർ റിവ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാളായി റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പല സാഹചര്യങ്ങളും റിവ്യൂ ഒന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നോട് റിവ്യൂ ചെയ്യാൻ പോകുന്നത് 2004 ഇറങ്ങിയ മൈ ലിറ്റിൽ ബ്രൈഡ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ മൂവിയുടെ റിവ്യൂവിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു മൂവിയുടെ റിവ്യൂവിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ പണ്ടിറങ്ങിയ ഒരു തമിഴ് പടത്തിൻ്റെ ഒരു ചെറിയൊരു സീൻ കാണിക്കാം. കുടുംബത്തിലെ ഒരു പെണ്ണോ ഇല്ല ഒരു ആണോ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീൻ മനസ്സിലായി കാണും. കാര്യം വില്ലിൻ എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ അകത്ത് വിജയ് നയൻതാരയോട് അടിച്ചു വിടുന്ന ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ വിജയ് ഇതിൻ്റെ അകത്ത് അടിച്ചു വിടുന്ന ഈ ഒരു സ്റ്റോറി മൈ ലിറ്റിൽ ബ്രൈഡ് എന്ന് പറഞ്ഞ 2004 ഇറങ്ങിയ മൂവിയുടെ കഥയാണ്. ഈ ഒരു പടത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. കാര്യം നായകന്റെ ഗ്രാൻഡ് ഫാദറും നായികയുടെ ഗ്രാൻഡ് ഫാദറും കട്ട ഫ്രണ്ട്സ് ആണ്. കാര്യം ഇവരാരും മിലിറ്ററി സർവീസിൽ ഉണ്ടായിരുന്ന കാലം മുതൽ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഇവരൊരു തീരുമാനം എടുക്കുകയാണ്. കാര്യം ഇവർക്കൊരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ഉണ്ടാകുമ്പോൾ ഇവരെ പരസ്പരം കല്യാണം കഴിപ്പിച്ച് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഒരു ഫാമിലി ആക്കി മാറ്റാമെന്ന് ഇവർ തീരുമാനിക്കുകയാണ്. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സമയം ആൺപിള്ളേരാണ് ഉണ്ടാകുന്നത്. എന്നാൽ അതിനുശേഷം ഇവർക്കുണ്ടായ പിള്ളേർക്ക് ഒരു ആൺകുഞ്ഞും അപ്പുറം ഒരു പെൺകുഞ്ഞും ഉണ്ടാകും. കാര്യം ഇവരുണ്ടാകുന്ന അത്യാവശ്യം നല്ലൊരു ഏജ് ഡിഫറൻസിലും കാര്യങ്ങളൊക്കെയാണ്. കാരണം നമ്മുടെ നായിക ഒരു ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണ്. ഒരു 15-16 വയസ്സേ നായികയുള്ളൂ. എന്നാൽ നമ്മുടെ നായകനാണെങ്കിൽ അത്യാവശ്യം ജോബൊക്കെ ആയി നിൽക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരാളായിട്ടാണ് നമ്മുടെ നായകനെ കാണിക്കുന്നത്. അപ്പോൾ അവസാനം നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫാദറൊക്കെ ഒരാൾ മരിക്കും, ഒരാൾ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ. ആ ഒരാൾ മരിക്കാൻ കിടക്കുമ്പം പുള്ളി ഇവരുടെ കയ്യിൽ നിന്നൊരു വാക്ക് മേടിക്കും. അതായത് നമ്മുടെ നായകൻ്റെയും കയ്യിൽ നിന്നൊരു വാക്ക് മേടിക്കും, നിങ്ങൾ പരസ്പരം കല്യാണം കഴിക്കുന്നുള്ളൂ. കാര്യം ഇവർ വളർന്നതൊക്കെ ഒരു സിസ്റ്റർ ബ്രദർ ലൈക്ക് ആണെങ്കിലും ഈ ഒരു മരിക്കാൻ കിടക്കുന്ന ആളുടെ വാക്കിനെ പാലിച്ച് ഇവർ കല്യാണം കഴിക്കുന്നു. പിന്നീട് ഇവരുടെ ലൈഫിൽ നടക്കുന്ന സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് കിട്ടിലും കോമഡിയൊക്കെ നിറച്ച് കാണിക്കാനാണ് ഈ ഒരു മൂവി ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. കാര്യം ഈ പടം കണ്ടവർക്കറിയാം ഇതെന്ത് ഫീൽ ഗുഡ് മൂവിയാണ്. കാരണം എത്ര തവണ റീവാച്ച് ചെയ്താലും മടുക്കുകയല്ലാത്തൊരു മൂവിയാണ്. അപ്പോൾ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അത്രയും കിട്ടലിന് ഒരു ഫീൽ ഗുഡ് മൂവി തന്നെയാണ് മൈ ലിറ്റിൽ ബ്രൈഡ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.